മലപ്പുറം തിരൂരിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ വെച്ച് കാറിടിച്ച വിവരം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചെന്ന് രക്ഷിതാക്കൾ. സ്കൂൾ പരിസരത്ത് വെച്ചുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, എന്നാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെ കാര്യങ്ങളാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആതിര, ജൂലൈ 31-നാണ് ഈ ഗൗരവമുള്ള ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇത് മലപ്പുറം തിരൂരിലെ MES സെൻട്രൽ സ്കൂളിലാണ് ഇതുപോലൊരു വലിയ ഗൗരവമുള്ള ഒരു വിഷയം നടന്നിരിക്കുന്നത്. ഈ അമിത വേഗത്തിലെത്തിയ ഇന്നോവ കാർ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വരികയും ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. അതിനുശേഷം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു ആൾക്കൂട്ടം തന്നെ, അല്ലെങ്കിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തടിച്ചു കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൂടിയവർ അല്ലെങ്കിൽ അധ്യാപകരെല്ലാം ഒരു നിസാരവൽക്കരിച്ചു എന്നതാണ്, അല്ലെങ്കിൽ ഈ അപകടം ഒരു നിസാരവൽക്കരിക്കുകയും ഈ കുട്ടിക്ക് ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാതെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് നിലവിൽ ഇപ്പോൾ രക്ഷിതാക്കൾ തിരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ ജൂലൈ 31-നാണ് ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ കോമ്പൗണ്ടിലേക്ക് അമിത വേഗതയിലെത്തിയ ഇന്നോവ കാറാണ് ഈ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിക്ക് ഒരു വലിയൊരു മനസ്സിൽ പേടിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ പേടിയുണ്ടാക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ കുഞ്ഞിനെ പരിക്കില്ലെന്ന് കണ്ടതോടെ ഈ വിഷയം ഒരു നിസാരവൽക്കരിച്ചു, അല്ലെങ്കിൽ സ്കൂൾ നിസാരവൽക്കരിച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ അപകടത്തിന് ശേഷം കുട്ടിയെ ഒരു വൈദ്യപരിശോധന പോലും നൽകാതെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന ഗൗരവമുള്ള വിഷയമാണ് നിലവിൽ ഇപ്പോൾ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. നിലവിൽ ഇപ്പോൾ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരൂർ പോലീസാണ് ഇതിൽ അന്വേഷണം ആരംഭിക്കുന്നത്. കുട്ടിയെ കാറിടിച്ച വിവരം അവിടുത്തെ തടിച്ചുകൂടിയ ആളുകൾ സ്കൂൾ അധികാരികളെ അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ അറിയിച്ചിട്ടില്ലെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് നിലവിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ MES സെൻട്രൽ സ്കൂളിൽ നടന്നിട്ടുള്ളത്. അപകടം പറ്റിയിട്ടും ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഈ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ തിരൂർ പോലീസിൽ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ആതിര, രാജേഷ്, ഈ കുട്ടി തന്നെയാണോ രക്ഷിതാക്കളോട് ഈ കാര്യം പറഞ്ഞത്? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണോ പുരോഗമിക്കുന്നത്? കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പൂർണ്ണമായും ഓക്കെ ആണോ? അതിന് ഈ അപകടത്തിന് ശേഷം ജൂലൈ 31-ന് നടന്ന അപകടത്തിന് ശേഷം ഈ കുട്ടിൻ്റെ ശരീരത്തിൽ കണ്ട പ്രത്യക്ഷപ്പെട്ട പാടുകളാണ് ഈ രക്ഷിതാക്കൾക്ക് ഒരു സംശയം ഉടലെടുത്തത്. അതിനുശേഷം ചോദിച്ചറിഞ്ഞിൽ നിന്നാണ് കുട്ടി ഇതുപോലൊരു വിവരം, അല്ലെങ്കിൽ അപകടം പറ്റിയ വിവരം അറിയിക്കുന്നത്. അതേസമയം തന്നെ, അല്ലെങ്കിൽ ഈ വിവരം എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ അധികാരികൾ ഈ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടില്ലെന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട പാടാണ് ഇതുപോലൊരു അപകടം നടന്നതെന്ന് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തിരൂർ പോലീസ് നിലവിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ അറിയുന്നത് ഈ ചുറ്റും കൂടിയ ആളുകൾ ഈ അപകട വിവരം ഈ സ്കൂൾ അധികാരികൾ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. ആതിര.